ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നോക്കിയവിടെ കുറച്ചൊരു ഈഗോ ഇഷ്യൂ ഉള്ളതായിട്ട് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അവരവരുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെ പറ്റി എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അത് ഓക്കെ. നമസ്കാരം. 8 of Pentacles, okay. The Star, 2 of Wands, Magician, okay. Lovers, 6 of Cups, 5 of Cups, 2 of Pentacles, King of Pentacles. ഇവിടെ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കുകയും വേണം, എന്നാൽ നിങ്ങളെ പുകഴ്ത്തുകയും വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ വല്ലാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 2 of Wandsഉം 2 of Pentaclesഉം വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഓക്കെ, 8 of Pentacles ആൻഡ് സ്റ്റാർ വെച്ചിട്ട് ഇവർ ജോലി സംബന്ധമായി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ മാനേജറോ ഓഫീസറോ അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എസ്പെഷ്യലി ഫൈനാൻസ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് വേണ്ടി ഡീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവർ പറയുകയാണ് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ താരമാണ്. അതായത് നിങ്ങളെപ്പറ്റി പറയുകയാണ്, ജോലിയിലൊക്കെ ഇവർ 1ാം നമ്പറാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇവരെ വിശ്വസിച്ച് കാര്യങ്ങൾ ഇവരെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഫൈനാൻസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇവരെയാണ് ഏൽപ്പിക്കാറ് എന്ന് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നു. അറ്റ് പ്രസൻറ്റ് ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങൾ രണ്ടുപേരും ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പറയുകയാണ് ചില സമയത്ത് ഇവർ കൺഫ്യൂസ്ഡ് ആയി പോകും. ഓക്കെ, ചില സമയത്തൊരു ഡിസ്ട്രാക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ തന്നെയായാലും ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നിർത്താൻ സാധിക്കുന്നില്ല എന്നും കൂടി ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. കാര്യം എന്തൊക്കെയായാലും എന്ത് ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയാലും എനിക്കിവരെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നു. 6 of Cups വെച്ച് ഇവരുടെ ഓർമ്മകൾ എനിക്ക് മായ്ച്ചു കളയാനേ സാധിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് അറിയായിരിക്കണം. ഒരുപാട് മെമ്മറീസ് ഉണ്ട്, അതൊന്നും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എനിക്കിവരെ ഇഷ്ടമാണ് എന്നും ഈ പേഴ്സൺ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. കാരണം അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്, കുറച്ച് ദൂരെ എന്തോ ജോലി സംബന്ധമായ കാര്യമായിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഇവരെ ഈ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇടാനുണ്ടായ സാഹചര്യവും കേട്ടോ. ഇത് അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഈഗോനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് കൾച്ചർ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഒരു റിലിജ്യൻ അങ്ങനത്തെയൊക്കെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി അവരാകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് അവിടെ കാണുന്നത്. ഇതെല്ലാം ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.